ആ ടേബിളിൽ ഇരിക്കുന്ന ആളെ കണ്ടോ? കണ്ടു. എന്താ കാര്യം? അയാൾ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഇവിടെ വെച്ചോ? ഇവിടെ വെച്ചാവണമെന്നില്ല, പക്ഷേ അയാൾ ഇന്ന് ആത്മഹത്യ ചെയ്യും. നിനക്കെങ്ങനെ അറിയാം? ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ പോയവന് ആത്മഹത്യയിലെത്തിയിരിക്കുന്ന എല്ലാരെയും തിരിച്ചറിയാൻ പറ്റും. അയാള് ചെയ്തോട്ടെ, അയാളുടെ ഒരു ആഗ്രഹമല്ലേ. പക്ഷെ ഇവിടെ ചെയ്യാതിരുന്നാ മതി, പിന്നെ നമുക്കെന്താ? അല്ല, ഇങ്ങനെയുള്ളവർക്ക് ഒരു പേടി ഉണ്ടാവില്ലല്ലോ. നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച് പൈസ കൊടുക്കാതെ ഇറങ്ങി ഓടും. ആത്മഹത്യ ചെയ്യാൻ പോവാണല്ലോ, ഒന്നിനെയും പേടി ഉണ്ടാവില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. അതൊക്കെ ഒരു കാലം. അതിനയാൾ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ലല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അവസാനം ഇയാൾ ഇറങ്ങി ഓടുമ്പോ സുനിലെ പിടിക്കടാ എന്ന് പറയുമ്പോ ഞാൻ പിടിക്കില്ല. എന്തായാലും എന്തിനായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? അയാളുടെ കാമുകി വേറെ ആരുടെയും കൂടെ പോയിണ്ടാവും. ആ നോക്ക്, അവളെ കണ്ടറിയാം അവള് വേറൊരുത്തൻ്റെ കൂടെ പോകുന്നു. അപ്പ അയാളെ ആത്മഹത്യ ചെയ്യും. കണ്ടോ? ഡാ പോയി ഓർഡർ ആക്കടാ. ഉം. മനുഷ്യന്റെ സമയം കളയാൻ. സർ, ഓർഡർ. എന്താ? എനിക്കൊന്നും വേണ്ട. എനിക്കൊരു കോഫി, ഒരു ബ്രൗണി. ഞാൻ പറയുന്നത് ക്യാമറ ഇങ്ങനെ നന്നായിട്ട് പാൻ ചെയ്ത് വരുമ്പോ സ്റ്റഡി ക്യാമറ. ഡാ ആനന്ദേ, ഏ അവര് സിനിമാക്കാരാ. മറ്റേ ചെങ്ങനെ നീ ആത്മഹത്യ ചെയ്യിപ്പിച്ചു, ഇനി ഇവരെ സിനിമാക്കാരാക്ക. വേണമെങ്കിൽ മതി. ഇനി സിനിമാക്കാരാവോ? എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ? അപ്പോ ക്രെയിൻ വേണം തന്നെയാണോ നീ ആ പറയുന്നത്? ക്രെയിൻ വേണം, ക്രെയിൻ വേണം. എന്നാൽ ഇങ്ങനെ കൊണ്ടുപോയി എടുക്കാൻ പറ്റൂ. നല്ല ഗുമ്മുണ്ടാവും. തന്നെ? ഡാ ഇത് ഞാൻ കൊടുത്തോളാം. തന്നോ? ഒന്നും പറയണ്ടേ? ക്യാമറ 5D ആക്കിയാലോ? ഞാൻ ആ ക്യാമറമാൻ, ഞാൻ പറയും. ക്യാമറ 5D ആയിക്കോട്ടെ, നല്ല ഗുമ്മുണ്ടാവും. സാർ കാപ്പി. അവിടെ അവിടെ. സിനിമാക്കാരാണല്ലോ. ഈ നാച്ചുറൽ ലൈറ്റ് മതി. ആ ലൈറ്റ്സിന്റെ കാര്യം. ശരിയാ, അവര് സിനിമാക്കാരന്നെയാ. ഇപ്പൊ എന്തായി? നായകന്റെ പേരെഴുതി കാണിക്കുമ്പോ നായികയുടെ മുഖം കാണിക്കണം. നല്ല വെറൈറ്റി ആയിരിക്കും, നല്ല ഗുമ്മുണ്ടാവും. ഗുമ്മില്ലാത്ത വല്ലതുണ്ടോ? കുറെ നേരായാലോ ഗുമ്മുണ്ടാവും ഗുമ്മുണ്ടാവും എന്ന് പറയുന്നു. ഉണ്ടാവുമല്ലോ നമ്മുടെ പ്രൊഡ്യൂസറുടെ മുഖം. നമ്മൾ തന്നെ നമ്മളെ വിമർശിക്കാൻ പാടില്ല, അതൊക്കെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കണം. ശരിയാ. ഇപ്പൊ വിമർശിക്കാൻ മാത്രം വെറുതെ കുറെ എണ്ണം ഇരിക്കുന്നുണ്ടല്ലോ, ഒരു പണിയില്ലാതെ. കീബോർഡ് ഗുണ്ടകള്. ഇരുട്ടത്ത് ഇന്നേ വരെ ഒരു ടോർച്ച് പോലും അടിച്ചു നോക്കാത്ത ടീംസാ. ആ ഫ്രെയിമിന് ലൈറ്റിംഗ് ശരിയായിട്ടില്ല, കളർ ടോൺ മാറിയെന്നൊക്കെ പറഞ്ഞ് വെറുതെ റിവ്യൂ അടിച്ചിറക്കുന്നത്. അയ്യോ കൈ കൈ. ഡാ എന്താണ് ഇവിടെ നിൽക്കുന്നത്? സാറേ, സൂപ്പർ സ്റ്റാറിനെ മുടിപ്പിക്കാനുള്ള വകയായി. ഏ?